ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ സച്ചിക്കൊരു വലിയ ഓട്ടം കിട്ടുന്നുണ്ട്. മലേഷ്യയിൽ നിന്ന് ഓരോ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും ആയിരിക്കും നാട്ടിലോട്ട് വരുന്നത്. അങ്ങനെ അവരെ വിളിക്കാനായിട്ട് എയർപോർട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഈ സമയത്ത് അവരുമായിട്ട് കൂടുതൽ അങ്ങ് കമ്പനി ആവുന്നുണ്ട്. അവര് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ അടുത്ത് ഏതെങ്കിലും അമ്പലമുണ്ടോ? ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോകാനായിരുന്നു. അതിനെന്താ, എൻ്റെ അമ്മായിയമ്മ ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാ പൂ കെട്ടുന്നത്. അത് വലിയൊരു അമ്പലാ. ഞാൻ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോവാം. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ 60-ാം വയസ്സിലെ പിറന്നാളാ. അതുകൊണ്ട് അമ്പലത്തിൽ പോയി ചെറിയ രീതിയിൽ വഴിപാടൊക്കെ കഴിക്കണം. ആഹാ, അപ്പോൾ 60-ാം വയസ്സിലെ പിറന്നാളാണല്ലേ? എന്നിട്ടാണോ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നത്? ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്നില്ലേ? ഞങ്ങൾ മലേഷ്യയിലാ. അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തിൽ കഴിയുമായിരുന്നു. അപ്പോഴേ ഇദ്ദേഹം പറഞ്ഞത്, നാട്ടിൽ വന്ന് ഞങ്ങളുടെ പഴയ വീടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണണം, ഒരുപാട് സ്ഥലത്തോട്ടൊക്കെ പോകണം. അതിനു വേണ്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയി. ഇപ്പൊ പഴയ പോലെയൊന്നുമല്ല, ഇവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ വന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും. സച്ചി പറയുന്നുണ്ട്, നമുക്കാദ്യം നേരെ അമ്പലത്തിലോട്ട് പോവാം എന്ന് ആ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. അതിനെന്താ, ഞാൻ എൻ്റെ ഭാര്യയ്ക്കെന്ന് വിളിക്കട്ടെ. എൻ്റെ ഭാര്യ പൂ കെട്ടുന്ന ആളാ. അവള് ചിലപ്പോൾ അമ്പലത്തിലുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് വഴിപാടൊക്കെ ഏൽപ്പിക്കും. അങ്ങനെ രേവതിക്ക് വിളിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ അമ്മയുടെ അടുത്തായിരിക്കും, അമ്പലത്തിൽ തന്നെ. എന്താ സച്ചിയേട്ടാ? അല്ല, നീ എവിടെയാ? ഞാൻ അമ്മയുടെ അടുത്തുണ്ട്. ആഹാ, അതെന്തായാലും നന്നായി. ഞാൻ വാടക എടുക്കാൻ വന്നതാന്ന് പറഞ്ഞില്ലേ? ആ അച്ഛൻ്റെ 60-ാം വയസ്സിലെ പിറന്നാളാ. അപ്പോൾ കുറച്ച് വഴിപാടൊക്കെ കഴിക്കണം. നീ എന്തായാലും പൂജാരിയെ കണ്ട് അതൊക്കെ പറയോ? അതിനെന്താ സച്ചിയേട്ടാ, ആ പേരും നാളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി പറയായിരുന്നു. അങ്ങനെ എല്ലാ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവളെ നോക്കിക്കോളും. മോന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? അതൊന്നൊരു ബുദ്ധിമുട്ടല്ലല്ലോ. എന്തായാലും നമുക്ക് അമ്പലത്തിലോട്ട് പോവാം എന്ന് പറഞ്ഞ് വേഗം തന്നെ അമ്പലത്തിലോട്ട് വണ്ടി വിടുന്നുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ രേവതിയും ലക്ഷ്മി അമ്മയും ദേവുവും എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ സച്ചി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ അമ്മായിയമ്മയാ, ഇത് എൻ്റെ ഭാര്യ. അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ആ അച്ഛനും അമ്മയും. അമ്പലത്തിനുള്ളിൽ പോയി എല്ലാ കാര്യങ്ങളും രേവതി തന്നെ ചെയ്യുന്നുണ്ട്. രേവതിയെയും സച്ചിയെയും ആ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? എൻ്റെ അച്ഛനെയും അമ്മയും പോലെ തന്നെയാ ഞങ്ങൾ കാണുന്നത്. അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അമ്പലം ഒന്ന് ചുറ്റിത്തൊഴട്ടെ എന്നും പറഞ്ഞ് അച്ഛനും അമ്മയും അമ്പലം ചുറ്റിത്തൊഴാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് രേവതിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ രേവതി, അവർ സന്തോഷം കണ്ടില്ലേ? അതെ അതെ, നമുക്ക് എന്തായാലും അവർക്കൊരു വിരുന്ന് കൊടുത്താലോ? ഇവിടെ അവരെ മക്കളൊന്നുമില്ല, അവർ തനിയെ നാട്ടിലോട്ട് വന്നതാ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിലായാലോ? അതിനെന്താ സച്ചേട്ടാ, അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞത്? ശ്രുതിയുടെ അച്ഛനും മലേഷ്യയിലല്ലേ? അപ്പോൾ അവരെക്കുറിച്ചും നമുക്ക് അന്വേഷിക്കാലോ. അത് ശരിയാണല്ലോ രേവതി, അത് നല്ല കാര്യമാണ്. അതുകൊണ്ടേ ഇവരെ അങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് പാർലർ ഏട്ടത്തിയുടെ അച്ഛൻ ജയിലിലുള്ള കാര്യമൊക്കെ അന്വേഷിക്കാം. അത് നല്ലൊരു ഐഡിയ. എന്തായാലും അവരോട് ഞാൻ കാര്യം പറയട്ടെ. അങ്ങനെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നാവാം ഭക്ഷണം. അത് വേണോ? നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തായാലും ഇന്ന് വൈകിട്ട് വീട്ടിലോട്ട് വരണം എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. ആ അച്ഛനും അമ്മയും അത് സമ്മതിക്കുന്നുമുണ്ട്. ഇതോടുകൂടി ശ്രുതിയുടെ മുഖംമൂടിയെല്ലാം അഴിഞ്ഞു വീഴാൻ വേണ്ടി പോവാണ്. അങ്ങനെ രേവതി വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. വിരുന്നിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പച്ചക്കറികളും ചിക്കനും മീനും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ ഇരുന്ന് അരിയുന്നത് കാണുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. ചേച്ചി, ഇന്നെന്താ ഒരുപാട് പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? ഇന്ന് സച്ചേട്ടൻ്റെ 2 ആൾക്കാർ ഇങ്ങോട്ട് വിരുന്നിന് വരുന്നുണ്ട്. അതാരാ ചേച്ചി? സച്ചേട്ടൻ്റെ വാടക വിളിക്കുന്ന ഒരച്ഛനോ അമ്മയോ. ആ അച്ഛൻ്റെ 60-ാം വയസ്സിലെ പിറന്നാളാ. അപ്പോൾ അവരെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് സച്ചേട്ടൻ പറഞ്ഞു. അതെന്തായാലും കൊള്ളാലോ. എന്നാലേ ഞാൻ ശ്രീകാന്തിനോട് ഇന്ന് നേരത്തെ വരാൻ വേണ്ടി പറയാം. ചേച്ചിക്ക് ഇത്രയേറെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ലേ? എനിക്ക് തന്നെ 1 മണിക്കൂറോളം ചുമ്മാ ഇരുന്ന് ഡബ് ചെയ്യുമ്പോൾ തന്നെ ഞാനാകെ ടയേർഡാവും. അപ്പോഴാ ചേച്ചി എപ്പോഴും ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ശീലമായി പോയില്ലേ വർഷേ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അല്ല, നമുക്കിവിടെ ഒരു ജോലിക്കാരിയെ വെച്ചൂടെ? ചേച്ചി ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചേച്ചിയും ജോലി ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ പങ്ക് ഇവിടെ ചെലവിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞു പോയില്ലേ? നമുക്കൊരു ജോലിക്കാരിയെ വെക്കാം ചേച്ചി. അതിൻ്റെ ആവശ്യമില്ല മോളെ. എന്നെ ഇവിടെ ഒരു ജോലിക്കാരി ആയിട്ടല്ലേ അമ്മ കണ്ടിരിക്കുന്നത്.
അതങ്ങനെ തന്നെ പോട്ടെ. ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നോ? ആഹാ, ഇവിടെ ജോലിക്കാരി ഉണ്ടായിരുന്നോ? അതെന്നോട് ശ്രീകാന്ത് പറഞ്ഞില്ലല്ലോ. ജോലിക്കാരി ഉണ്ടായിരുന്നു. ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം അവരെ പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ വന്നില്ലേ. പിന്നെ ഇവിടുത്തെ ജോലിക്കാരി ഞാൻ തന്നെയാ. ഇത് കണ്ട് അങ്ങോട്ടേക്ക് ശ്രുതിയും വരുന്നുണ്ട്. ഇന്നെന്താ ഇവിടെ ഭക്ഷണമൊന്നും റെഡിയായില്ലേ? ഇന്ന് 2 വിരുന്നുകാർ വരുന്നുണ്ട്. സച്ചേട്ടൻ്റെ വാടക വിളിച്ച ഒരു അച്ഛനും അമ്മയോ. ആ അച്ഛൻ്റെ 60-ാം വയസ്സിലെ പിറന്നാളാ. അപ്പം സച്ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഓ, അപ്പോൾ കസ്റ്റമേഴ്സിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം കൊടുത്ത് പിന്നീടുള്ള വാടകയൊക്കെ കിട്ടാനായിട്ടായിരിക്കും അല്ലേ? ദേ ശ്രുതി, അങ്ങനെയൊന്നും പറയരുത്. അവർക്ക് ഇവിടെ നാട്ടിൽ മക്കളൊന്നുമില്ല. അപ്പോൾ സച്ചേട്ടൻ വിളിച്ചെന്നേ ഉള്ളൂ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതിനിപ്പോ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഭക്ഷണമായാലേ എന്നെ വിളിക്ക് എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാണ്. പിന്നീട് വരുന്നത് ചന്ദ്രയായിരിക്കും. ചന്ദ്ര ഇതെല്ലാം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ വല്ല കല്യാണം നടക്കുന്നുണ്ടോ? ഇത്രയേറെ പച്ചക്കറികളും സാധനങ്ങളും. സച്ചേട്ടനെ ഇന്ന് 2 പേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. അവർക്കിവിടെ വിരുന്ന് കൊടുക്കാനായിട്ടാ. ഇതെന്താ സത്രോ? അവൻ ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഓരോരുത്തർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ? ഇതേ ഹോട്ടലൊന്നുമല്ല. നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് അതാദ്യം പോയി പറ. ഹോട്ടലല്ല എന്ന് എനിക്കറിയാമേ. സച്ചേട്ടൻ പറഞ്ഞാ പിന്നെ അതുപോലെ ചെയ്യണ്ടേ? എന്തായാലും സച്ചേട്ടൻ പറയുന്ന പോലെ തന്നെയാ ഞാനിവിടെ ചെയ്യൂ. അല്ലെങ്കിൽ ആൻറ്റിക്ക് എന്താ പ്രശ്നം? ആൻറ്റി ചേച്ചി ഒരു തരത്തിലും സഹായിക്കാൻ അടുക്കളയിലോട്ട് വരുന്നില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതേ ചേച്ചിയാ. അടുക്കള ജോലി എല്ലാം. ഇനിയിപ്പോൾ ചേച്ചി 2-3 പേരെ ഇങ്ങോട്ട് വിരുന്ന് വിളിച്ചാലും ആൻറ്റി ഒന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. പിന്നെന്തിനാ ഇത്രമാത്രം സംസാരിക്കുന്നേ? ദേ വർഷേ, നീ ഇവളുടെ കൂടെ കൂടിയിട്ട് എന്നോട് തർക്കുത്തരം പറയാൻ നിൽക്കണ്ട. ഞാൻ കാര്യാ പറഞ്ഞത്. എന്താ ചന്ദ്രേ, എന്താ ഇവിടെ? രവിട്ട് ഇവള് പറയുന്നത് കേട്ടോ? 2 എൻ്റെ തല കയറാൻ വേണ്ടി നോക്കുക. ഇവിടെ എന്തോ വിരുന്നാണിത്രേ. എല്ലാവരെയും വിളിച്ചിവിടെ ഭക്ഷണം കൊടുക്കാൻ ഇത് ഹോട്ടലാണോ? ഇങ്ങോട്ട് ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയണം. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവനിങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം. അതിനിപ്പോൾ എന്താ? അവനൊരു അച്ഛനെയും അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു വിടുന്നത് അത്രയും സന്തോഷമല്ലേ? വിരുന്നുകാരൊക്കെ വരണം ചന്ദ്രേ, എന്നാലൊരു വീടാവൂ. അപ്പോഴേക്കും സച്ചി ആ അച്ഛനെയും അമ്മയെയും കൂട്ടി വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇവരെ കാണുന്നതും ചന്ദ്രയുടെ മുഖം അത്രങ്ങ് തെളിയുന്നൊന്നുമില്ല. എന്നാൽ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് കാണുമ്പോൾ ചന്ദ്ര ഒന്ന് വീഴുന്നുണ്ട്. തട്ടിൽ വെച്ച് അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ചന്ദ്രയ്ക്കും രവിക്കുമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നേ? ഒരു വീട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീടായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ മലേഷ്യയിലാണ്. ഞങ്ങൾ അവിടെ തന്നെയാണ് സെറ്റിലായിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് നാടൊക്കെ കാണാനൊരു മോഹം. അപ്പോൾ ഞങ്ങളിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആഹാ, മലേഷ്യയിലാണോ? എൻ്റെ മരുമകളും മലേഷ്യയിലായിരുന്നു. വലിയ കോടീശ്വരിയാ. അവൾ അച്ഛനും അവിടെ തന്നെയാ. ഞാനെന്തായാലും അവളെ വിളിക്കാം. ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ട് ആകെ കൂടെ പേടിച്ചായിരിക്കും ശ്രുതി നിൽക്കുന്നത്. ഇവരാ വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോൾ പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തവണ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. എന്താ ഇപ്പം ചെയ്യുക? അയ്യോ, എന്താ ഇനിയിപ്പോൾ പറയാ എന്നൊക്കെ ആയിരിക്കും ശ്രുതി ചിന്തിക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. വായ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചാലല്ലേ എല്ലാവരും എന്നെ സംശയിക്കുക. അതുകൊണ്ടേ മിണ്ടാതിരിക്കാം. അതിന് പല്ലുവേദന എന്ന് തന്നെ പറയാം. അങ്ങനെ കവളിന് സൈഡിൽ കുറച്ച് പേപ്പറൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്, വീങ്ങിയ പോലെ നിൽക്കാനായിട്ട്. അതുപോലെ റെഡ് കളറാക്കാൻ കുറച്ച് ലിപ്സ്റ്റിക്കും ഇങ്ങനെ കവളിൽ വെക്കുന്നുണ്ട്. ഇതുമായിട്ട് അങ്ങ് ചെല്ലുന്നുണ്ട്. എന്താ ശ്രുതി, എന്താ പറ്റിയേ? നിന്റെ കവളത്തെന്താ? അങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് പല്ലുവേദനയാണെന്ന്. ശ്രുതി, ഇവര് മലേഷ്യയിലാ. മലേഷ്യയിൽ നിങ്ങളുടെ വീട് എവിടെയെന്ന് പറഞ്ഞു കൊടുക്ക്. അറിയുന്ന ആളാണെന്ന് ചോദിക്കാലോ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴൊക്കെ വേദനയാണെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരിക്കും കൈയും പിടിച്ച് എന്ന് രവി പറയുന്നുണ്ട്. നല്ല പല്ലുവേദന ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മോള് ഡോക്ടറെ കാണാൻ പോ. എന്നാ ഞാനും കൂടെ വരാം എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അയ്യോ വേണ്ട എന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ തനിയെ പോയാൽ ശരിയാവില്ല, ഞാനും കൂടെ വരാം എന്ന് വർഷ പറയുന്നുണ്ട്. വർഷ വരുന്നതിൽ ശ്രുതിക്ക് ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല. എന്നാ എന്തൊക്കെയോ പറഞ്ഞ് ഇവിടുന്ന് മുങ്ങാനുള്ള പ്ലാനാണെന്ന് സച്ചിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശ്രുതിയെ തന്നെ ദേഷ്യത്തിൽ ഇങ്ങനെ സച്ചി നോക്കുകയാണ്. സച്ചിയെ അതുപോലെ ശ്രുതിയും നോക്കുന്നുണ്ട്.